പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ ഇട്ടൂപ്പ് ആലിക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മരിച്ചവരുടെ ആത്മാക്കളോട് ജീവനുള്ളവർക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരം. ഒരു സംശയമില്ല. മരിച്ചവരുടെ ആത്മാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ചിലർ പാതാളത്തിൽ പോകും, ചിലർ പറുദീസയിലേക്ക് പോകും. പാതാളത്തിൽ പോകുന്നവർക്ക് ഒരിക്കലും പുറത്തു വരാൻ അനുവാദമില്ല. പറുദീസയിലുള്ളവർക്ക് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം, വിശുദ്ധ പ്രാർത്ഥനയിലൊക്കെ വന്ന് സംബന്ധിക്കാം. അതിനുള്ള അനുവാദം കൊടുക്കും. അത് കഴിയുമ്പോൾ തിരിച്ചവർ വീണ്ടും പറുദീസയിലേക്ക് പോയി കഴിയും. അവരുടെ ആത്മാക്കൾ പിന്നെ ലോകത്തിലേക്ക് വന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആത്മാക്കളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭോഷത്വം വേറെ ഇല്ല. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നുന്നത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. മരിച്ചവരുടെ ആത്മാക്കളായിട്ട് അഭിനയിച്ച് ആ സംസാരത്തിൽ, ആ വേഷത്തിൽ, ആ ശബ്ദത്തിൽ, ആ രൂപത്തിൽ, എവിടെ വെച്ച് എങ്ങനെ, ഇതൊക്കെ സകല ചേഷ്ടകൾ കാണിക്കാൻ ഈ പിശാചിന് സാധിക്കും എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മരിച്ചുപോയ മറിയാമ്മയുടെ ആത്മാവ് വന്ന് ജീവിച്ചിരിക്കുന്ന ഏലിയാമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് ചിലരൊക്കെ പറയും. കാരണം മരിച്ചുപോയ മറിയാമ്മയുടെ അതേ ശബ്ദത്തിൽ, അതേ സ്വരത്തിൽ, അതേ ചേഷ്ടകളിൽ, അതേ വേഷത്തിൽ, അതേ പ്രകൃതിയിലൊക്കെ ഈ പിശാചിന് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ട ഇത് മറിയാമ്മയുടെ ആത്മാവ് തന്നെ ഏലിയാമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന്. ഏലിയാമ്മയുടെ ശരീരത്തിൽ വെച്ച് ഈ പിശാചാണെന്ന് പറയുന്നത് സത്യമായിട്ടത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള മരിച്ചവരുടെ ആത്മാക്കളല്ലെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഇപ്പം ഏദൻ തോട്ടത്തിൽ വെച്ച് പാമ്പ് ഈ പിശാചിന് അനുവാദം കൊടുത്തു അവനിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ കണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിശാച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതോ പ്രവേശിക്കാനും സാധിക്കാതിരിക്കുന്നതോ. എന്ത് കാരണവശായാലും ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പിശാചിന് വരുവാൻ സാധിക്കില്ല. ആ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇയ്യോബിൻ്റെ മേലെ പിശാചിന് അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ ദൈവം. അതൊക്കെ നമുക്ക് കാണാവുന്ന പരമാർത്ഥമായ സത്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനാ സമയത്ത്, അല്ലെങ്കിൽ കുർബാനയുടെ സമയത്ത്, ഞങ്ങളുടെ സഭയിലെ യാക്കോബ സഭയിലെ വിശ്വാസം അനുസരിച്ച് അഴിക്ക് പുറത്തുള്ള സ്ഥലം, അല്ലെങ്കിൽ ജനം നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ നടുവിലെ ഭാഗം ഒഴിച്ചിടുന്നത് ഈ മരിച്ചവരുടെ ആത്മാക്കൾ പറുദീസായിൽ നിന്ന് അവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചവരാണ്. ആ വിശുദ്ധ ബലിയിൽ തുടർന്നും അവർക്ക് സംബന്ധിക്കാൻ ആഗ്രഹമുണ്ട്. അത് പരിശുദ്ധാത്മാവ് സാധിച്ചു കൊടുക്കുന്നതാണത്. അവിടെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. ആ നിലവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു സൂചനയും അടയാളവുമായിട്ടാണ്. ആ ഭാഗത്തേക്ക് പോകണ്ട. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആത്മാവ് പോലും പള്ളിയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ കിഴക്കോട്ട് സംബന്ധിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പടിഞ്ഞാട്ട് തിരിച്ചു വന്ന്
പ്രാർത്ഥിക്കുന്നത്. ആ മധ്യസ്ഥത യാചിക്കുകയാണ്. മറിയാമിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ള മധ്യസ്ഥത യാചിക്കുകയാണ്. അതിനെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മറിയാമിൽ എന്താ സംഭവിച്ചതെന്നും മറിയാമിൽ കർത്താവ് മനുഷ്യാവതാരം എടുത്തത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറെ മണ്ടന്മാരും ആണ് ഇത് കളിയാക്കി സംസാരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാനൊന്ന് അധികം പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഒരു സത്യം മനസ്സിലാക്കുക, മരിച്ചവരുടെ ആത്മാക്കളോട് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ഒരിക്കലും സംസാരിക്കാൻ സാധ്യമല്ല. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല ദർശനത്തിലായിരിക്കും, വലിയ പ്രത്യേക വെളിപാടിലായിരിക്കും. എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് അറിയില്ല. സാത്താന് പിശാചിനെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെട്ട് ഈ മരിച്ച ആത്മാവിനെ പോലെ സംസാരിക്കാനും ശേഷം കാണിക്കാനും സാധിക്കും എന്ന സത്യം നാം മനസ്സിലാക്കണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ വേർപെട്ട ശരീരവും ദേഹിയും ആത്മാവും, ദേഹിയും ആത്മാവും വേർപെട്ടു, ശരീരം വേർപെട്ടു. ദേഹിയും ആത്മാവും എപ്പോഴും ഒരുമിച്ച് അടുത്തടുത്തുണ്ട്. ആ ശരീരത്തോട് വന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആത്മാവും ദേഹിയും വന്ന് ഈ ശരീരത്തോട് യോജിക്കും. സെമിട്ടറിയിൽ കിടക്കുന്ന ശരീരത്തോട് യോജിച്ച് രൂപാന്തരീകരണം പ്രാപിക്കും, മഹത്വീകരണം പ്രാപിക്കും, തേജസ്കരിക്കപ്പെടും. അത് ഒരുപാട് അർത്ഥമുണ്ട്. ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. തേജസ്കരിക്കപ്പെട്ട ആത്മാവാണ് ശരീരത്തോടുകൂടി, പിന്നെ ആത്മാവല്ല ശരീരത്തോടുകൂടി ശരീരവും ആത്മാവും ഒരുമിച്ച് മധ്യാകാശത്തിലേക്ക് പറന്നു പോകും. കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ, ഭൂമിയിലൊന്നും വരില്ല. അതൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ്. അവിടെ വെച്ച് ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവരെ വേർതിരിക്കും മാലാഖമാർ വന്നേ. അത് 10:24 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഈ മരിച്ചവരുടെ ആത്മാക്കൾക്ക് പർദീസയിൽ കൂടി പ്രവേശിച്ച് സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. പാതാളത്തിൽ കിടക്കുന്നവർ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്പര്യം കൊണ്ടും എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിനെയും നേരിട്ട് പർദീസയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ശരീരത്തോടുകൂടി മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിശാചിൻ്റെ ആത്മാവിനോട് നമ്മൾ വേർപെട്ട് നിൽക്കണം. അവനാണ് നമ്മളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.